കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ബിജെപിയെ അഭിനന്ദിച്ച് ദേശീയ തലത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തിന് ശേഷം ബിജെപിയുടെ വിജയത്തിൽ വളരെ അന്തസ്സുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ. ബിജെപിയുടെ വിജയത്തിൽ ദേശീയ തലത്തിൽ നിന്നും വരുന്ന മറ്റൊരു അഭിനന്ദനമാണ് തരൂരിന്റേത്. ഇത്തരത്തിലൊരു പ്രതികരണത്തെ ആകാംക്ഷയോടെയാണ് ഈ നിമിഷം നോക്കിക്കാണുന്നത്. എന്നാൽ ഫലം പുറത്തു വന്നതിന് ശേഷം LDFന്റെ തോൽവിക്ക് പിന്നാലെ പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് LDFനെതിരെ വോട്ട് ചെയ്ത വോട്ടർമാർ നന്ദികേടാണ് കാണിച്ചതെന്ന നെറികെട്ട പ്രതികരണം നടത്തിയ CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണിയുടെ സംസ്കാരശൂന്യമായ മറുപടിക്ക് പിന്നാലെയാണ് വളരെ മികച്ചതും സാംസ്കാരിക ഉന്നതിയിലേക്കുള്ളതും അന്തസ്സുള്ളതുമായ അഭിനന്ദന പ്രകടനവുമായി ശശി തരൂർ രംഗത്തെത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ ജനാധിപത്യപരമായ വിധിയെ അദ്ദേഹം അന്തസ്സോടെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. സംസ്ഥാനത്താകെയുള്ള UDFന്റെ മികച്ച വിജയത്തെ അഭിനന്ദിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ചരിത്ര വിജയത്തെയും അഭിനന്ദിക്കാൻ മടി കാട്ടിയില്ല. അടുത്തിടെയായി BJPയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ നിലപാടുകൾ തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളെ വകവയ്ക്കാതെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ കൃത്യമായി അറിയിക്കുന്നത്. ഏത് പാർട്ടിയായാലും നല്ല പ്രവൃത്തികൾ കണ്ടാൽ അതിനെ അംഗീകരിക്കുന്ന നേതാവ് കൂടിയാണ് തരൂർ. കോൺഗ്രസിലെ ചില നേതാക്കൾ തരൂർ BJPയിലേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഫലം കാണിക്കുന്നതെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് തലസ്ഥാനത്തടക്കം ദൃശ്യമായതെന്നും തരൂർ അഭിപ്രായപ്പെടുന്നു. LDFന്റെ ദീർഘകാല ഭരണത്തിനെതിരായ ജനവികാരമാണ് UDFന്റെയും BJPയുടെയും വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകിയ ഒരു ദിനമാണ് ഇന്ന്. ജനവിധി വ്യക്തമാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച വിജയത്തിൽ UDFന് വലിയ അഭിനന്ദനങ്ങൾ. ഇത് വൻ അംഗീകാരമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ നൽകുന്ന ശക്തമായ സൂചനയും. കഠിനാധ്വാനം, ശക്തമായ സന്ദേശം, ഭരണവിരുദ്ധ വികാരം എന്നിവയെല്ലാം ഒത്തുചേർന്ന് 2020നേക്കാൾ മികച്ച ഫലം നേടിയെടുക്കാനായി. തിരുവനന്തപുരത്തെ BJPയുടെ ചരിത്രപരമായ വിജയവും അംഗീകരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ പ്രധാന വിജയത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയമായ മാറ്റം അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് BJP നടത്തിയത്. നഗരസഭയിലെ 45 വർഷത്തെ LDF ദുരന്ത ഭരണത്തിൽ നിന്നുള്ള മാറ്റത്തിനായി ഞാനും പ്രചാരണം നടത്തിയിരുന്നു. പക്ഷേ ഭരണമാറ്റം ആഗ്രഹിച്ച ജനത മറ്റൊരു കക്ഷിക്കാണ് പ്രതിഫലം നൽകിയത്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. മൊത്തത്തിൽ UDFനും എന്റെ മണ്ഡലത്തിൽ BJPയും നേടിയ ജനവിധി ആദരിക്കപ്പെടണം. കേരളത്തിന്റെ ക്ഷേമത്തിനായി തുടർന്നും പ്രവർത്തിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും നല്ല ഭരണ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്താണ് BJP പടയോട്ടം നടത്തിയത്. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP LDFനെ പിന്നിലാക്കി നിലവിൽ 50 വാർഡുകളിൽ വിജയിച്ചു. LDF 29 സീറ്റിലും UDF 19 സീറ്റിലുമാണ് വിജയിച്ചത്. 2 സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു. 50 സീറ്റിലും മുന്നേറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ BJP ഭരണം ഉറപ്പിച്ചു. കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു സീറ്റ് കൂടിയാണ് BJPക്ക് വേണ്ടത്. 51 സീറ്റുകൾ ലഭിച്ചാൽ BJPക്ക് ഭരണത്തിലേറാം. വിഴിഞ്ഞം വാർഡിലെ തിരഞ്ഞെടുപ്പ് ഇനി നടക്കാനുമുണ്ട്. സ്വതന്ത്രരുടെ പിന്തുണ ലഭിച്ചാൽ BJPക്ക് ഭരണം ഉറപ്പിക്കാം. നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ മേയർ സ്ഥാനം ഇതിനോടകം BJP ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.